ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നും ഞങ്ങളൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞായറാഴ്ചയാണല്ലോ, പതിവ് പോലെ ഇന്നത്തെ എന്തൊക്കെയാണ് വിഭവങ്ങളെന്നൊന്ന് നോക്കിയാലോ. ആദ്യമേ ചക്ക വേവിക്കുകയാണ്. ഈ വർഷത്തെ ഞങ്ങളുടെ അവസാനത്തെ ചക്കയാണ്. ഇനി ഈ വർഷം ഞങ്ങൾക്ക് ചക്കയില്ല. അപ്പോൾ അതാണ്ട് ചക്കയെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചക്കക്കുരുവും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ചക്കക്കുരുവും ചക്കയും കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് കുക്കറിലൊരു വിസിൽ കേൾപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമുക്കതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കുരുമുളക്, കറിവേപ്പില, കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കാം. ഈ അരപ്പ് വെന്ത ചക്കയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുഴച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക വേവിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറയുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി ഒരു ചക്ക റെസിപ്പി ഈ വർഷം കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രസമാണ്. രസം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ആദ്യമേ ചട്ടി അടുപ്പേ വെച്ച് ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിച്ചു. ചെറിയ ഉള്ളിയും വറ്റൽമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റി. എന്നിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ഇത്തിരി കായപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്തു. അതിലേക്ക് നമ്മൾ കുറച്ച് പിഴിപുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ മല്ലിയില ചേർക്കാഞ്ഞത്. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ ആഴ്ചയിലും ചിക്കനാണെന്നല്ലോ എന്ന്. അല്ല, ചില ആഴ്ചകൾ ബീഫും മേടിക്കാറുണ്ട്. ഈ ആഴ്ച ചിക്കനാണ് മേടിച്ചത്. ഇന്ന് ചിക്കൻ്റെ ഒരു പെപ്പർ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതിന് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കി അതിലാവശ്യത്തിലെ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം അത് ഒന്ന് വഴറ്റിയെടുക്കാം. അത് വഴന്നതിന് ശേഷം അതിലേക്ക് ഞാൻ സവാള ചേർത്തിട്ടുണ്ട്. സവാളയൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ഞാൻ 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാളയൊന്ന് വഴന്ന് കിട്ടാന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് പൊടിവർഗ്ഗങ്ങൾ ചേർക്കാം. ഒരുപാട് പൊടിവർഗ്ഗങ്ങളൊന്നും വേണ്ട. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ് പെപ്പർ റോസ്റ്റാണെന്ന്. അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാം. കുരുമുളക് നമ്മുടെ വീട്ടിലുണ്ടായ തന്നെയാണ്. കുരുമുളക് പൊടിയിൽ നിന്ന് പറിച്ച് നമ്മൾ ഉണക്കി വെച്ചിരുന്നതാണ്. അത് ദാണ്ട് ഞാനൊന്ന് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ദാണ്ട് പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഗരം മസാലയും ഇട്ട് നന്നായി വഴറ്റി യോജിപ്പിച്ചെടുക്കാം. ഇത്തിരി ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ആ വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ നമ്മുടെ പെപ്പർ റോസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് കുരുമുളക്. ചിക്കൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും വെളുത്തുള്ളി ഇഞ്ചി അരച്ചതും ഒക്കെ ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതോടിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബീട്രൂട്ട് ഉപ്പേരിയാണ്. ഒരു പാത്രം അടുപ്പേ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സവാള അരിഞ്ഞതും നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും എല്ലാം ചേർത്ത് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ആവിയിൽ തന്നെ ഇരുന്ന് ബീട്രൂട്ട് വെന്തോളും. കുറച്ച് നേരം നമ്മൾ സിമ്മാക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും തേങ്ങാപ്പീരിയും കൂടെ ചേർത്ത് ഇളക്കിയെടുത്താൽ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിലുള്ള വിഭവങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട്. ചോറും ചക്ക വേവിച്ചതും പെപ്പർ റോസ്റ്റും ചിക്കൻ പെപ്പർ റോസ്റ്റും രസവും ബീട്രൂട്ട് ഉപ്പേരി എല്ലാം പാത്രത്തിലേക്ക് വിളമ്പി വെച്ചിട്ടുണ്ട്. എല്ലാവരും വന്നോളൂ, ഊണ് കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്